ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു റമദാൻ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് 27ാമത്തെ നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 4:30ക്കാണ് എണീറ്റതിന് ശേഷം ബ്രഷ് ചെയ്യാനിരിക്കുകയാണ്. നിങ്ങൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് 27ാമത്തെ നോമ്പെന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണതെന്ന്, എന്താ ഫസ്റ്റ് ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ അന്ന് എനിക്കെന്തോ മൂഡിലെന്ന് എന്തോ ബിസി എക്സാംസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനി ഈദ് വ്ളോഗൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് റമദാൻ വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ് എന്താന്ന് വെച്ചാൽ പത്തിരി, പുട്ട്, ചിക്കൻ കറി, ഫ്രൂട്ട്സ് ആണ്. ഞാൻ വാട്ടർമെലണും ഗ്രേപ്പൊക്കെ കഴിച്ചു. അതിനുശേഷം ചായ ആയിട്ട് ഇവിടെ കട്ടൻ ചായ ആണുള്ളത്. അപ്പോൾ അതൊക്കെ കുടിച്ചു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോവാണ്. നാളെ ഏതായാലും ക്ലാസ്സില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 10 മണി വരെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോട്ടെ. ഗുഡ് നൈറ്റ് ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ 10 മണിക്ക് എണീറ്റു, ബ്രഷ് ചെയ്തു. ഇനി എന്താ എനിക്ക് പണിയെന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അടിച്ചു കാട്ടി തുടക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകാം. ഒരു കയ്യിൽ ഫോൺ ഒരു കൈ കൊണ്ട് തുടക്കണമായതുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കൽ ഇങ്ങനെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ സോഫയിലെ കുഷ്യൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണേന്നോ, അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് അപ്പൊ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചു നേരം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കട്ടെ. ഇനി എനിക്കൊരു പ്രൊമോഷന്റെ വീഡിയോ എടുക്കാണ്ട്, അപ്പോൾ ഇതെടുത്തിട്ട് വരാം. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഖുർആൻ ഓതിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പഠിച്ചു, ബിക്കോസ് നാളെ എക്സാം ആയിരുന്നു. എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഡെലിവേർഡ് ആയിട്ടുണ്ട്. കൊളാബായിട്ട് കിട്ടിയ പ്രൊഡക്ട്സ് ആണ്. അപ്പോ സാധനം കയ്യിലുണ്ട്, നമുക്കതിനെ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഉള്ളത് ക്രോക്സ് ആണ്. ഞാൻ ക്രോക്സ് കുറെ ആയി വാങ്ങണം എന്ന് വിചാരിക്കണേ. അപ്പൊ ഏതായാലും കൊളാബ് വന്നതിൽ സന്തോഷം. നല്ല ഇഷ്ടമായി. So cute. Okay. ഇനി നെക്സ്റ്റ് എന്താണ്? വാച്ചാണ്. ഞാൻ എപ്പോഴും കൊളാബ് വരുമ്പോ ഗോൾഡൻ കളറിലുള്ള വാച്ചാണ് സെലക്ട് ചെയ്യാറുള്ളത്. ബിക്കോസ് കയ്യിലൊക്കെ റിങ്സ് ഒക്കെ ഗോൾഡാണ്, അപ്പൊ എനിക്ക് സിൽവർ അങ്ങനെ മാച്ച് ആവാത്തോണ്ടാണ്. കാക്ക നിർത്താൻ തോന്നില്ല, അപ്പൊ നമുക്ക് നമ്മള് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ പറഞ്ഞു തന്നത്, ഞാൻ കൂടുതൽ ഗോൾഡൻ ജ്വല്ലറീസ് ആണ് യൂസ് ചെയ്യുന്നത് കയ്യിലൊക്കെ. അപ്പൊ അതിക്ക് സിൽവർ കൂടുമ്പോ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും കൂടുതലും വാച്ചസ് ഗോൾഡൻ കളറാണ്. അപ്പൊ ഡിഫറെന്റിന് വേണ്ടിട്ട് സിൽവർ ആണ് വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് ബാഗാണ്. നെക്സ്റ്റ് ഓപ്പൺ ചെയ്തു. അതിലൊരു പൗച്ച് ഉണ്ട്, ബാഗ്സ് ഉണ്ട്. നൈസ് നൈസ്. എനിക്ക് കേൾക്കാണ്ട് തുറക്കാനായിട്ടില്ല. ഒന്നും നീച്ചിട്ടില്ല. ഒന്നും നീച്ചിട്ടാണ് പണികളൊക്കെ തുടങ്ങാറുള്ളത്. ഞാൻ പിന്നെ ഫോൺ കളിച്ചിരിക്കും, എനിക്ക് നോക്കുന്നില്ലേ.
ഇപ്പൊ എസ് ബാങ്ക് കൊടുത്തെന്ന് തോന്നുന്നു. അപ്പൊ നിസ്കരിക്കാൻ പോവാം. അപ്പം ഞങ്ങൾ കടികളും മന്തിയൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊക്കെ കവറിൽ നിന്ന് പ്ലേറ്റൊക്കെ ആക്കുകയാണ്. കട്ട്ലറ്റ്, സമൂസ, പഴംപൊരി, വട ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാതും നല്ല ടേസ്റ്റി ആയിരുന്നു. പുറത്തുനിന്ന് കടികൾ വാങ്ങിയോണ്ടാണ് കേട്ടോ ഇത്രക്കും കടികളുള്ളത്. അല്ലെങ്കിൽ ഇത്രക്കൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല. മന്തി ഹണി ചിക്കനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി തറാവീഹ് നിസ്കരിക്കാൻ പോവാണ്. പള്ളിയിലേക്കാണ് തറാവീഹ് നിസ്കരിക്കാൻ പോവാറുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.